രാജ്യത്തെ സംബന്ധിച്ചോളം വലിയൊരു അഭിമാന നിമിഷത്തിലേക്കാണ് കടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ പാലത്തിന്റെ പ്രത്യേകതകളൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്നും പറഞ്ഞു തരും വിവരങ്ങൾ. അർജുൻ, രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം, ലോകത്തിന്റെ പട്ടികയിൽ 12ാമത്തെ സ്ഥാനം, അങ്ങനെ ഒരുപാട് സവിശേഷതകൾ ഉള്ള ഒരു പദ്ധതിയാണ് ഇന്ന് രാജ്യത്തിനായി സമർപ്പിക്കപ്പെടുന്നത്. എന്തൊക്കെയാണ് സവിശേഷതകൾ? എപ്പോഴായിരിക്കും പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കുക? പ്രജീഷ, ഉദ്ഘാടനം വൈകിട്ട് 3:30-ക്ക് തന്നെയാണ്. പൻവേലിലേക്ക് വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന മോദി നവി മുംബൈയിൽ നിന്നും ഈ കടൽപ്പാലം വഴി സഞ്ചരിച്ചുകൊണ്ടാണ് ഈ പാലം ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ ഒരു പദ്ധതിയുടെ വ്യാപ്തി എന്ന് പറഞ്ഞു തരുന്നത്, അത് മനസ്സിലാക്കാനായിട്ട് ഏകദേശം 17 ഈഫൽ ടവറുകൾ നിർമ്മിക്കാൻ അത്രയും തന്നെയുള്ള സ്റ്റീലുകൾ, അത്രയും ഭാരമുള്ള സ്റ്റീലുകൾ ഉപയോഗിച്ചാണ് 21.8 കിലോമീറ്റർ നീളമുള്ള ഈ ഒരു കടൽപ്പാലം, മുംബൈ ട്രാൻസ് ഹാർബർ ഈ കടൽപ്പാലം നിർമ്മിച്ചിരിക്കുന്നത്. അതിൽ 16.5 കിലോമീറ്റർ കടലിന് മുകളിലൂടെയും ബാക്കി ഏകദേശം 5.5 കിലോമീറ്റർ എന്ന് പറയുന്നത് കരയ്ക്ക് മുകളിലൂടെയും നിർമ്മിച്ചെടുത്തിരിക്കുന്നു. പ്രത്യേകിച്ചും മുംബൈയിൽ നിന്നും നവി മുംബൈയിലേക്കും അതല്ലെങ്കിൽ തിരിച്ചുമുള്ള ദൂരം സമയം ഏകദേശം 20 മുതൽ 25 മിനിറ്റിനുള്ളിൽ പൂർത്തിയാക്കാനായിട്ട് സാധിക്കും. അതായത് നേരത്തെ ഉണ്ടായിരുന്ന സമയത്തേക്കാൾ ഒരുപാട് കുറവാണ്. 45 മിനിറ്റാണ് ഇതിലൂടെ ഈ യാത്രക്കാർക്ക് ഇളവ് ചെയ്ത് കൊടുക്കുന്നത്. അത് വലിയൊരു അച്ചീവ്മെൻറ്റ് തന്നെയാണ്. പ്രത്യേകിച്ചും മുംബൈ പോലെ അത്രയധികം ട്രാഫിക്കും അത്രയധികം വാഹനം ഓടിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ എടുത്തു നോക്കുന്ന സമയത്താണെങ്കിൽ പോലും. മാത്രമല്ല, നിലവിൽ കാറുകൾക്ക് മാത്രമാണ്, 4 വീലറുകൾക്ക് മാത്രമാണ് ഈ പാലത്തിലൂടെ, ഈ കടൽപ്പാലത്തിലൂടെ മുംബൈയിൽ നിന്നും നവി മുംബൈയിലേക്ക് പോകാനുള്ളൊരു അനുമതി ഉള്ളത്. പ്രത്യേകിച്ചും സ്പീഡും മറ്റ് അപകട സാധ്യതയും എല്ലാം തന്നെ കണക്കെടുത്തുകൊണ്ടാണ് 2 വീലറായാലും 3 വീലറായാലും മറ്റ് ചെറു സ്പീഡിലുള്ള വാഹനങ്ങളൊന്നും തന്നെ നിലവിൽ ഈ പാലത്തിലൂടെ പോകാനായിട്ട് സാധിക്കില്ല. മാത്രമല്ല, ഈ 16.5 കിലോമീറ്റർ എന്ന് പറയുന്ന ദൂരവും 100 കിലോമീറ്റർ പരമാവധി വേഗത്തിൽ വാഹനങ്ങൾക്ക് ഇതിലൂടെ കടക്കാനായിട്ട് സാധിക്കും. അതല്ലാതെ പാലത്തിലേക്ക് കയറുന്ന സമയവും ഇറങ്ങുന്ന സമയവും 40 കിലോമീറ്റർ വേഗം എന്നുള്ള രീതിയിലേക്ക് ചുരുക്കുന്നുണ്ട്. പ്രത്യേകിച്ചും അപകടങ്ങളൊന്നും തന്നെ ഉണ്ടാകാതെ നല്ല രീതിയിൽ വാഹനങ്ങൾ പോകാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലൊരു സജ്ജീകരണം നിലവിൽ ഒരുക്കിയിട്ടുള്ളൂ. മാത്രമല്ല, ഈ പാലം വരുന്ന സമയത്ത് ഇതിൻ്റെ ടോൾ ഫീസിനെ കുറിച്ച് വലിയ രീതിയിലുള്ളൊരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നു. കാരണം ഒരുപാട് പണമാകുമോ ഇത്തരത്തിലൊരു വലിയൊരു പദ്ധതി അതിലൂടെ വാഹനങ്ങൾ ഓടിത്തുടങ്ങുമ്പോൾ എന്നുള്ളത്. പക്ഷേ 250 രൂപ മാത്രമാണ് വൺ സൈഡ് ടോളായിട്ട് നിലവിൽ ആളുകളുടെ പക്കൽ നിന്നും ഈടാക്കുക. അതായത് മുംബൈയിൽ നിന്നും നവി മുംബൈയിലേക്കോ അതല്ലെങ്കിൽ നവി മുംബൈയിൽ നിന്നും മുംബൈയിലേക്കോ ഒരു നീളമുള്ള കടൽപ്പാലമാണ് രാജ്യത്തിന് ഇനി സ്വന്തമാകാൻ പോവുക. പ്രധാനമന്ത്രി വൈകിട്ട് രാജ്യത്തിന് സമർപ്പിക്കും.